ദമയന്തി. എന്ത് ദമയന്തി? ഇത് ഞാനാടാ നിന്റെ അച്ഛൻ സുഗതൻ. നീ ഇന്നും സിനിമ അഭിനയിക്കുന്ന സ്വപ്നം കണ്ടു കിടക്കല്ലേ? അതെ, ഞാൻ നായകനായ അഭിനയിക്കുന്ന സിനിമ. എടാ നിന്നൊന്നും പറയൂ മുതലാളി. അല്ല, തീരാദാനം വേണ്ട, ഇഷ്ടദാനം മതി. ഇഷ്ടദാനം ആവുമ്പോ ചെലവ് കുറയേ. അയ്യോ മുതലാളി, ഈ എഴുത്തിന്റെ കാശ് എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്ത് പറയാനാ? അത് മുതലാളിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നാ മതി. ശരി ശരി ശരി, വിളിച്ചാ മതി. ഓ ശരി. അച്ഛാ, തീരുമാനം എന്തായി? ഇഷ്ടദാനം മതി. അത് അച്ഛന്റെ തീരുമാനം. ഒരു പടം നിർമ്മിച്ചിട്ട് ഞാൻ നായകനെ അഭിനയിക്കുന്ന തീരുമാനമാണോ ചോദിച്ചത്? പടം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സിനിമ പിടിക്കാൻ ഞാൻ 10 പൈസ തരില്ല. എന്ന് അച്ഛൻ പറയുന്നു. ഞാൻ അച്ഛനോട് ആഡംബരമുള്ള ഒരു കാർ ചോദിച്ചോ, ഒരു വീട് ചോദിച്ചോ, 10 ഏക്കർ സ്ഥലം ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ലല്ലോ. ഇതൊക്കെ അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ അച്ഛന്റെ ഭരണശേഷം നിനക്കുള്ള തന്നെയല്ലേ? അത് ഏത് കാലത്ത്? നിനക്ക് വേണ്ടിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യടാ. അത് അച്ഛന്റെ തീരുമാനം. എനിക്ക് നായകനെ അഭിനയിക്കണം, അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഉണ്ണേ, ഞാനൊരു കാര്യം പറയാം. നീ നാളെ എന്റെ ഓഫീസിൽ വന്നിരിക്കണം. എന്നിട്ട് ആധാരം എഴുതാൻ പഠിക്കണം. ആധാരം എഴുത്തുകാരൻ എന്ത് വിലയല്ലേ? എന്ത് വിലയുള്ളെന്നാ? എടാ, നിന്റെ അച്ഛൻ തന്നെ കണ്ടുപിടിക്ക്. ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ കോടീശ്വരനായത്. 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ആധാരം എഴുതാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് ഈ സമ്പാദ്യം മുഴുവൻ ഉണ്ടാക്കിയത്. അച്ഛന്റെ ആഗ്രഹം തല്ലി കെടുത്തിയ ഇതിന് എന്നെ തുടർന്ന് പഠിപ്പിച്ചോ? എന്തിനു തുടർന്ന് പഠിപ്പിക്കണം? ഡിഗ്രി കഴിഞ്ഞ് നീ തുടർന്ന് പഠിച്ച ആരാവും? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്റെ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂടാ? അതുകൊണ്ട് നീ എന്റെ ഓഫീസിൽ വന്നിരുന്ന ആധാരം എഴുതാൻ പഠിക്കണം. എന്താടാ പൊട്ട കളിക്കുന്നത്? ഞാൻ സൂപ്പർ സ്റ്റാർ ഉണ്ണിയാണ്. ഇനി മുതൽ നീ സൂപ്പർ സ്റ്റാർ ഒന്നല്ല. ആധാര എഴുത്തുകാരൻ സുഗതന്റെ മകൻ ആധാര എഴുത്തുകാരൻ ഉണ്ണിയാവണം. നീ നാളെ ഓഫീസിൽ വരണം. ഞാൻ വരാം. അവിടെ കാരവൻ ഉണ്ടാവോ? ഈ പെണ്ണിനെ അറിയോ? മന്മഥന്റെ മോളല്ലേ? അതെ, ദമയന്തി. തണിയൂ. മനസ്സ് സങ്കടം തോന്നിയാല് ഉണ്ണിക്കത് താങ്ങാൻ പറ്റൂല. ദമയന്തീരാ, ബസ് സ്റ്റാൻഡിൽ പോയാ ഞാൻ അവളെ അവിടെ ചെന്ന് കാണും. അവൾ എവിടെയാ പോന്ന് ആടൊക്കെ ഞാൻ പോയി അവളെ കാണും. പലരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇന്ന് കടയിൽ സാധനം മേടിക്കാവുമ്പോ ഞാൻ അവളെ നോക്കിയിട്ട് നിന്നെനക്ക് ഇഷ്ടാണ്, ഞാൻ കല്യാണം കഴിച്ചവളാന്ന് പറഞ്ഞപ്പോ അവൾ എന്താ പറഞ്ഞറിയോ? പോടാ പട്ടി. എത്ര പെണ്ണുങ്ങളെ ഞാൻ നോക്കുന്നുണ്ട്, ഇന്ന് വരെ ഒരാളും എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഒക്കെ പോട്ട് പ്രശ്നമല്ലാതെ വളെ ഓള അച്ഛനുണ്ടല്ല, എന്നാന്റെ പേര് മന്മഥൻ. അവൻ ഇന്ന് വന്ന് കടയിൽ 10 ആള് കൂടെ നിൽക്കുന്ന സമയത്ത് ജാഗോട്ടനെ അടിച്ചോ? 10 അടി അടിച്ചോ? എനക്ക് പ്രശ്നമില്ല, അടിക്കടാ. എന്റെ കവിളിലടിച്ചു. നിന്നെ അടിക്കണ്ടേ? മോളോട് നീ അനാവശ്യം അടിക്കണ്ടേ? ആ പെണ്ണിന് പോയ എന്നോട് പ്രേമുണ്ടാ? നീ വൃത്തിയില്ല, നീ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടാ? നിന്നെ അടിക്കുമ്പോ ഞാനത് അടിച്ചെന്റെ നീ തല പൊളക്കും, അറിയാ? എന്താ എന്റെ വെള്ളവും നോക്കിട്ട് നീ എന്നോട്? എന്റെ വെള്ളത്ര നക്കിയിടാ. നീ എന്റെ വെള്ളം ഞാൻ വെള്ളത്ര നീക്കി. എന്റെ വെള്ളം കുടിച്ച് നിനക്ക് എന്നോട് എങ്ങനെ പറയാൻ ധൈര്യം വന്നോടാ? എന്താ ധൈര്യം വഴി? ഇവനെ ഞാൻ മാറ്റിക്കൊണ്ട് അങ്ങോട്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് ചാനലിന്റെ വൈറൽ പേഷ്യന്റ് എന്ന സെഗ്മെന്റിൽ ഇന്ന് എത്തിയിരിക്കുന്നത് ആരാണെന്നല്ലേ? എനിക്കും നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമുള്ള അസ്കൽ ഉണ്ണിയാണ്.
ആണ്. നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടാ, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ അർക്കൽ എന്ന് പറയുന്നത് എന്താ വീട്ടുപേരാ? നോട്ട് അറക്കൽ, ആ. അറക്കൽ. ഓ, ഇങ്ങനെ മരക്കറക്കും പോലത്തെ അർക്കൽ. മറ്റുള്ളവർ റോസ്റ്റ് ചെയ്യും, ആ. ഞാൻ അറുത്തെടുക്കും. ഓ, അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഇത് ഈ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ വിളിച്ചതാണോ അങ്ങനെ? പ്രേക്ഷകൻ ഏറ്റെടുത്തതല്ലേ എന്നാ. ഓ, അപ്പൊ അങ്ങനെയാണ് അർക്കൽ എന്ന് വന്നത് അല്ലേ? ചേട്ടാ, എന്നാലും എനിക്ക് ഭയങ്കര അത്ഭുതമായി. എന്തിന്? അങ്ങനെയല്ല, ഇത്ര പെട്ടെന്ന് എങ്ങനെ വൈറലായത്? അല്ല, അത് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം അങ്ങോട്ട് എടുക്കുമ്പോൾ പ്രേക്ഷകൻ അത് ഏറ്റെടുക്കും. ഏറ്റെടുക്കുമ്പോൾ ലോകം മൊത്തം വൈറലാവും. എന്നെ അത്രക്ക് ഇഷ്ടമാണല്ലോ. ചേട്ടന്റെ ഫാൻസ് എന്ന് പറയുന്നത് കൂടുതൽ കുട്ടികളാണല്ലോ. കുട്ടികളൊക്കെ എങ്ങനെയാ ചേട്ടൻ ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ ഭയങ്കര ഫാൻസ് അല്ലേ? അതെ, കുട്ടികള് ഞാനൊന്ന് പുറത്തിറങ്ങിയാല് കുട്ടികൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. അതെ, പിന്നെ ഇതേടെ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല. കുട്ടികളല്ലേ, അതെ. അവര് കളിപ്പാട്ടമായി കാണും എന്നെ. എനിക്കൊരു ആഗ്രഹമുണ്ട്. കല്യാണം കഴിക്കാനാണോ? ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകളില്ലേ വീഡിയോയില്, അത് ഇന്നൊന്ന് പഠിപ്പിച്ചു തരോ? ഒരെണ്ണം എന്നെ പഠിപ്പിച്ചു തരോ? വേണ്ട, പിന്നെ പഠിപ്പിച്ചുതരാം. അപ്പൊ നിങ്ങളെ പോലെ വൈറലായ മറ്റൊരു താരമാണ് രാഘവേട്ടൻ. നിങ്ങളുടെ സുഹൃത്ത് തന്നെയായിരിക്കും, ചെമ്പരത്തി രാഘവൻ. പുള്ളിക്ക് ഇപ്പൊ ഭയങ്കര ഫോളോവേഴ്സ് ഒക്കെ കൂടിയിട്ട് ഇപ്പൊ ലക്ഷങ്ങളാണ് റെമ്യൂണറേഷൻ ഒക്കെ കൊടുത്തിട്ട് ഒരു ഫിഷ് TV, ഒരു റിയാലിറ്റി ഷോയിലേക്ക് ഈ രാഘവേട്ടനെ വിളിച്ചേക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ചേട്ടനെ വിളിക്കാതിരുന്ന അവര്? രാഘവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ പരിപാടി ആയിരിക്കും. ആ പരിപാടിക്ക് ഈ ഉണ്ണി അറക്കലിനെ കിട്ടൂല. അപ്പൊ ചേട്ടൻ പോവാത്തതാണോ? ഞാൻ പോകൂല. വിളിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ വിളിച്ചിട്ടുണ്ട്. എന്നെ സിനിമയിൽ വിളിച്ചില്ലേ? സിനിമയിലോ? ആ, നായകൻ. സിനിമയില് നായകനാണോ? നായകൻ മാത്രല്ല, വില്ലനും ഞാനാ. അതെന്തായാലും അടിപൊളിയായി. അപ്പൊ സിനിമ റിലീസ് ആയി കഴിഞ്ഞാല് ആദ്യത്തെ ഇന്റർവ്യൂ എനിക്ക് തരണം. തീർച്ചയായും. തരോ? ഉറപ്പ്. പ്രോമിസ്? എന്തിനാ ഉണ്ണി? എന്ന് വെച്ചേ സ്വന്തം അച്ഛൻ സ്വന്തം മകനെ ചതിച്ച കഥ ലോകം മൊത്തം പറയട്ടെ. ഞാൻ എന്തിനാണ്?
എനിക്ക് ഈ സായിപ്പിനെ പോലെ ആവണം. നിനക്കത് ഭ്രാന്തട്ടാ. ഭ്രാന്ത്. അച്ഛൻ ചെയ്ത ദ്രോഹത്തിന്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. ഞാൻ എന്ത് ദ്രോഹമാണ് എനിക്ക് ഇത്? ഞാൻ എന്ത് ദ്രോഹം നിനക്ക് ഇത്? ഞാൻ എന്ത് ദ്രോഹമാണ് എനിക്കത്? ഞാൻ എന്താക്കിന്ന നീ പറയുന്നു? എന്തിനാ അച്ഛൻ എന്റെ കർത്തമ്മയെ കല്യാണം കഴിച്ച്? കർത്തമ്മേ? എന്റെ അമ്മ കറുത്തിട്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ കറുത്തു പോയത്. ഏതെങ്കിലും ഒരു മദാമയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സായിപ്പായി ഞാൻ ഇവിടെയൊക്കെ ഓടിച്ചാടി കളിക്കുമായിരുന്നില്ല അച്ഛാ. എടാ, നിന്റെ അമ്മയുണ്ടല്ല ഈ നാട്ടിലെ ഏറ്റവും നല്ല സുന്ദരിയായിരുന്നു, അറിയാ? അറിയാം. എന്നാലും കർത്തമ്മയല്ലേ? കർത്തമ്മേ? അതുകൊണ്ട് ഞാൻ കറുത്തത്. വെളുത്ത നിറമുള്ള എന്റെ പൊന്നച്ഛ, ആത്മാർത്ഥമായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ മോനല്ലേ ഞാൻ? നായിന്റെ മോനെ, നിന്റെ പള്ളി അടിച്ചു തെറിപ്പിക്കും കളം. അപ്പം അച്ഛന്റെ മോനെ ഞാൻ ഉറപ്പിച്ചു. ഒരു വെളുപ്പം വരും സായിപ്പും. ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിക്കുന്നു അച്ഛാ. എന്താ? കുറച്ച് പൈസ തരും എനിക്ക്. എന്തിനു പൈസ? എന്തിനു പൈസ? മനസ്സിൽ കുറ്റബോധം തൂത്തി തുടങ്ങിയാൽ ചെയ്യുന്നല്ലേ യാന്ത്രിയായിരിക്കും. എനിക്ക് കുറച്ച് പൈസ വേണം. എന്തിനു? അത് ആവശ്യമുണ്ട് അച്ഛാ. എന്റെ കൈ വന്ന് താങ്ങിപ്പോവും ഞാനാ. പറഞ്ഞു ഇത് ഒന്നേ ഇല്ലു വിചാരിച്ചു. ആ ഒന്നിന് കുറച്ച് പൈസ കൂടെ. എന്താ 20 രൂപ? എന്താണ് എടുക്കാൻ പയ്യോന് പൈക്ക് പുല്ലിയായിട്ട് വന്നിക്ക. എന്തോ ചട്ടാണ്. അവിടെ ഇരിക്കേ. കുടിച്ചിട്ട് നല്ല നിക്കാൻ പയ്യോന്. ഇതെന്ത് കുടിയാണ്? കുറച്ച് പുല്ലരിയാൻ പോയത്. അപ്പൊ പുണ്ണാക്കം മേടിക്കണല്ലോ പൈക്ക്. പുല്ല് അരിഞ്ഞ് പുണ്ണാക്കം മേടിക്കുക. പുണ്ണാക്കിന്റെ അപ്പുറത്തെ ബീവറേജ് അടുത്ത് വെള്ളടിച്ച് ഒരു കോട്ട് മതിയല്ലോ. പിന്നെ ആരല്ലോ തന്നു കുറച്ച് ഓവറായി. എന്തിനാണ്ട് അങ്ങനെ കുടിച്ച് നശിക്കണ ഈ? എന്തിനാ? ഇനിയിപ്പോ എങ്ങനെയാ ഈ സൈക്കിളും കൊണ്ട് ഈ വീട്ടിലേക്ക് എത്തുക? മത്തു ഞാൻ ഇവിടെ കിടന്നോളാം ഒരു അരമണിക്കൂർ. ഇവിടെ കിടക്കാനൊന്നും പറ്റില്ല. അവിടെ എനിക്ക് കിടക്കാനുള്ള സ്ഥലല്ലേ അത്? എന്നിട്ട് പുല്ലും പിണ്ണാക്കൊക്കെ എവിടെ? എന്താ ചെയ്യണ്ട്? പിണ്ണാക്ക എവിടെ? പിണ്ണാക്ക ഇവിടെ. അതെയാണ്. അതെ, എനിക്ക് കെട്ടിറങ്ങാൻ ഒരു സാധനം തരട്ടെ. എന്ത് എന്താ തെരിഞ്ഞ് ഇവിടെ കള്ളുണ്ടാക്കല? അവിടെ കള്ളല്ല ചോദിച്ചേ, മോരും വെള്ളം വേണോ? മോരിട്ട് കൊടുക്ക് വേഗം. നല്ല പിറ്റ മോരുമണം കുടിച്ചാ വേഗം കൊടുക്ക് മോര്. മോരും വെള്ളം കുടിച്ചാ കെട്ടിറങ്ങും. അതാ പിന്നെ മോരും വെള്ളത്തിന് 15 ഉറുപ്പ്യാണ്. എത്ര? 15 ഉറുപ്പ്യ. ഞാനേ പാലല്ല ചോദിച്ചു, മോരും വെള്ളം ചോദിച്ചു. പാലിന് വില കൂടിയില്ലേ ഉണ്ണി? അതിന് മോരും വെള്ളത്തിന് എങ്ങനെ വില കൂടും? ഇവിടെ പാലുണ്ടല്ലേ മോരും വെള്ളം ഉണ്ടാക്കല്? പാല് കുടിച്ചിട്ടല്ലേ മോരുണ്ടാക്കല്? 15 ഉറുപ്പ്യ. 15 ഉറുപ്പ്യാവും. 15 ഉറുപ്പ്യ തരില്ല. തട്ടി പോരെ, മനുഷ്യന്മാരെ തട്ടിപ്പാക്കല്ലേ കച്ചവടം ചെയ്തിട്ട്. മോരും വെള്ളതാ കെട്ടിറക്കി വെക്കണം. മോരും വെള്ളം തരാൻ 15 ഉറുപ്പ്യ കൊടുക്കണം. അവിടെ 15 ഉറുപ്പ്യ തരാൻ പറ്റില്ല. പൈസ ഉണ്ടോ കയ്യിലോട്ടെ? പൈസ ഉണ്ട്. എവിടെ? ഞാൻ ഇടുന്നു. ആരോട് ചേട്ടാ പഴയെടുത്ത്? ഉണ്ണി എന്റെ പൊട്ടും പൊളി എണീറ്റ് പോണം പറഞ്ഞു കേട്ടോ. അവിടെ കച്ചവടം നടക്കാമല്ലോ. അവിടെ പറഞ്ഞുതരാം. ഞാൻ പോവില്ല. എണീറ്റ് പോവണ്ടി. വെറുതെ ഇവിടെ കിടന്ന് അലമ്പടാക്കാൻ പറ്റില്ലേ? പുരയിലാക്കണം. പുരയിലാക്കണം. കായലിലോ? കായൽ നിർത്തിയിട്ട് പുരയിലാക്കാൻ പറ്റുമോ സാറേ? പറ്റായൊന്നുമില്ല, ജയിലിൽ പോകേണ്ടി വരും, ഇത്രയേ ഉള്ളൂ. അത് പറ്റില്ല സാർ. ഞാൻ ജയിലിൽ നിന്ന് മിനിയാന്ന് വന്നതേ ഇല്ല. ആര്? ഞാൻ. എന്തിനാ ജയിലിൽ പോയത്? അതൊരു നിസ്സാര പ്രശ്നം.
ഒരു അയൽവാസി ഒരു ഇരുമ്പിൻ്റെ പൈപ്പോട് തലക്കൊര അട്ടി കൊടുത്തു. എന്തിന്? അങ്ങനെയൊന്നുമില്ല സാറേ. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റവൻ പറഞ്ഞാൽ ആ പട്ടി കൊടുക്കണം. അത് ആരെന്നില്ല, ആർക്കായാലും കൊടുക്കണം. എന്താ പേര്? ഉണ്ണിരാജ. ആ ഉണ്ണിക്കുട്ട, അവിടെ കാണിച്ചോ? അവിടെ കാണിച്ചാൽ മതി. വീടിന് പറ്റൂലേ? വേണ്ട, അവിടെ കാണിച്ചാൽ മതി. അപേക്ഷയാണ്, മനസ്സിലാവോന്നറിയില്ല. മനസ്സിലാവും. സാർ ഇരുന്നോ? സാർ ഇരിക്കൂ. ജയിലിന് വാച്ചർ തന്നെ സാറേന്ന് വിളിക്കും. ഇരിക്കട്ടെ. സാറേ, ഇത് 65 സെന്റ് ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോഴേ ഇത് ഫോം 7 ആണ് തരേണ്ടത്. ഇത് ഫോം 6 അല്ലേ? 50 സെന്റിന് മുകളിലോട്ടാണെങ്കിലേ ഫോം 7 ആണ് നമുക്ക് തരേണ്ട അപേക്ഷ. അതെ, ഇത് ഫോം 6 ആണ്. അതിന്റെ പേര് ഒന്നുകൂടെ ഞാൻ തരണം 7 ആക്കാൻ. അങ്ങനെയില്ല. ഫോം 7 എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോം ഉണ്ട്. അത് വാങ്ങണം, എന്നിട്ട് അപേക്ഷിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഇതില് 65 സെന്റ് ഇല്ലേ, അപ്പൊ അതില് 10% തണ്ണീർത്തടമായിട്ട് നിലനിർത്തണം. അതായത് ഒരു 6.5 സെന്റ് 6.5 സെന്റ് തണ്ണീർത്തടമായിട്ട് തന്നെ നിലനിർത്തേണ്ടി വരും. 6 സെന്റ് നഷ്ടപ്പെടുത്തണമെന്നോ? അങ്ങനെ നഷ്ടപ്പെടുത്തണമെന്നല്ല, പിന്നെ എങ്ങനെ? നിങ്ങളുടെ തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 6.5 സെന്റ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയാണ് നീ മറിമായം